ഇത് രാമക്കൽമേട്. രാമക്കൽമേട് എന്ന് പറഞ്ഞാൽ രാമൻ്റെ കാല് പൊതിഞ്ഞ സ്ഥലം. മേടെന്നാണ് കാട്. അവിടേക്ക് ഒരു ഓഫ് റോഡ് യാത്രയാണ് ഒരു ജീപ്പിൽ. അത് നമ്മൾ കയറി പോകണമെങ്കിൽ നേരെ കുന്ന് കയറി പോകണം. പക്ഷേ നമുക്ക് കയറാൻ പറ്റാത്തതിനുള്ളിൽ നമ്മൾ ജീപ്പിലാണ് യാത്ര. ആ ജീപ്പ് അവിടെ നിന്ന് ഇഷ്ടംപോലെ ജീപ്പുകളുണ്ട് അവിടെ വാടകയ്ക്ക് ഓടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓഫ് റോഡ് എന്നുണ്ടെങ്കിൽ റോഡില്ല, അതിൽ പാറയും കല്ലെല്ലാം കയറിയിട്ട് മേലേക്ക് പോകണം. അപ്പോൾ നമ്മൾ പ്രശ്നം ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ നമുക്ക് ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രശ്നമുണ്ടായില്ല, സ്ത്രീകൾക്കും പ്രശ്നമുണ്ടായില്ല. അങ്ങനെ അതൊരു ത്രില്ലാണ് ഓഫ് റോഡ് ജീപ്പിൽ പോകുന്നത്. 4 വീലർ റെയിൽവേ പാറക്കല്ലിന് മുൻകൂടിയെല്ലാം കയറി പോകുന്നത്. അത് ഏകദേശം 4000 ഫീറ്റ് ഹൈറ്റിലാണ് ഈ രാമക്കൽമേട്. രാമക്കൽമേട് എന്ന് പറഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റിൽ നിന്ന് ഏകദേശം 4500 ഫീറ്റ് ഹൈറ്റിലാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് നെടുങ്കണ്ടത്ത് നിന്ന് 15 കിലോമീറ്ററാണ് ദൂരം. അതുമാതിരി കട്ടപ്പനയിൽ നിന്ന് 25 കിലോമീറ്റർ, ഇടുക്കിയിൽ നിന്ന് 40 കിലോമീറ്റർ, തേക്കടി വിലക്കുമണിയിൽ നിന്ന് 40 കിലോമീറ്റർ. അപ്പോൾ ശരിക്ക് ഈ കയറി പോയി കഴിഞ്ഞാൽ കയറി ആ കാണുന്ന സ്ഥലം ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട് സ്ഥലമാണ് രാമക്കൽമേട് എന്നാണ്. അത് തേനി ഡിസ്ട്രിക്റ്റ് സ്ഥലമാണ്. പക്ഷേ അതിൻ്റെ എൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേനി കംപ്ലീറ്റ് തേനി, അതുപോലെ കമ്പം അവിടുന്ന് കാണാൻ പറ്റും. ഭയങ്കര കാറ്റിൽ ഒരു സ്ഥലമാണ് രാമക്കൽമേട്. നമ്മുടെ കേരളത്തിൽ ആണ് അതിൻ്റെ ഗുണമുള്ളത്. കാരണം ആ കാറ്റുകൊണ്ട് ഇവിടെ ഒരുപാട് വിൻഡ് മിൽസ് സ്ഥാപിച്ചിരിക്കുന്നു. കേരളത്തിൽ നെടുങ്കണ്ടത്തും മറ്റും അവിടെ നമുക്ക് നോക്കിയാൽ തന്നെയാണ് ഒരു വിൻഡ് മിൽസ്. കേരളത്തിലാകെ വിൻഡ് മില്ലുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ രാമക്കൽമേട്. അപ്പോൾ രാമക്കൽമേടിൽ 2-3 വ്യൂ പോയിൻ്റ്. ഒന്ന് കുറവൻകുറത്തിമല, ഒന്ന് രാമക്കൽമേട് വ്യൂ പോയിൻ്റ്. പിന്നെ ഒരു ഭയങ്കര ഒരു അട്രാക്ഷനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആമപ്പാറ ഗുഹ. ഒരു ഗുഹയുണ്ട് അവിടെ. പേര് ആമൻ്റെ ഒരു ഷേപ്പിലൊരു ഗുഹയാണത്. അപ്പോൾ ആ ഗുഹേൻ്റെ ഇടയിൽ കൂടി എല്ലാം പോകുന്ന ഒരു കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാം. അപ്പോൾ അതിൽ ഗുഹയിൽ പോകുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. ഓക്കെ. ഓ ഇത് തമിഴ്നാടുണ്ട്. നമ്മൾ പോകുന്നത് ആമപ്പാറ ഗുഹയിലേക്കാണ്. ആ കാണുന്ന അതാണ് ആമയുടെ ഷേപ്പിലെ ഒരു പാറയാണ്. അതുകൊണ്ട് ആമപ്പാറ അതിൻ്റെ അടിയിലാണ് ഗുഹ ഉള്ളത്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ഓ അല്ല, ആ സ്ഥലത്ത് കാണുന്ന ആ സ്ഥലം ഇതൊക്കെ കേരളത്തിൻ്റെ സ്ഥലം തന്നെയല്ലേ ഇതല്ല? ആ കാണുന്ന പാറക്കടിയിലാണ് ആമപ്പാറ ഗുഹ എന്ന് പറയുന്നത്. നമ്മൾ സൈഡിൽ കൂടി ഇറങ്ങിയിട്ട് എൻ്റെ ഗുഹൻ്റെ അകത്ത് കൂടി പോകാൻ പറ്റും. വളരെ മറ്റേ നേരോ ആയിട്ടുള്ള ഒരു വഴികളാണ്. ഇത്രയില്ല. പിന്നെ അതിൻ്റെ അടി കൂടി 3 പോകണം. അങ്ങനെ 2-3 സ്ഥലങ്ങളുണ്ട്. ഇത്രയും ഉയർത്ത് ഈ പാറൻ്റെ ഇടയിൽ ഇങ്ങനെ ഗുഹകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരല്ലേ. ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലം നെടുങ്കണ്ടാണ്. നെടുങ്കണ്ടത്തിലാണ് നമ്മൾ വരുന്നത്. നെടുങ്കണ്ടം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം 15-20 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു നെടുങ്കണ്ടത്തിൽ ഫാമുകളൊക്കെ കാണുന്നത്. പിൻപിൽ ഫാം. എന്താ ബ്യൂട്ടിയില്ലേ. ഓക്കെ. ഇത് ഷബീൽ, എൻ്റെ എൽഡർ സൺ. പിന്നെ വൈഫിൻ്റെ എൽഡർ സിസ്റ്റർ, യങ്ങർ സിസ്റ്റർ, അവർ ഹസ്ബൻഡ്സ് റഷീദ്, ഷിയാബ്. ഇതാണ് ഞങ്ങളുടെ ടീം. പറഞ്ഞുതരോ?
ഗുഹേൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ പോവാ. ഞാൻ അറിയിക്കൂടെ പ്രശ്നം. അതിനോടൊക്കെ പോവാ. എന്തായാലും പറയാം ആമപ്പാറ ഗുഹ. അയ്യോ ഇങ്ങനെ പോണേ അതിനകത്ത്. ചെരിഞ്ഞു പോണം. ആ പറഞ്ഞിട്ട് ഗുഹേൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ പോവാ. ഞാൻ അറിയിക്കൂടെ പ്രശ്നം. അതിനോടൊക്കെ പോവാ. എന്തായാലും പറയാം ആമപ്പാറ ഗുഹ. അയ്യോ ഇങ്ങനെ പോണേ അതിനകത്തേക്ക്. വളരെ നേരെ ഗുഹയാണ്. അത് നമുക്ക് സൈഡിൽ ഒരു നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ പറ്റില്ല. സൈഡായിട്ട് ചെരിഞ്ഞിട്ട് അതോട്ട് കയറണം. തടിച്ച ആൾക്കാർക്ക് അകത്ത് കയറി പിന്നെ പുറത്ത് വരാൻ പറ്റില്ല. നമ്മളെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്കൊന്നും വരാൻ പറ്റില്ല. എങ്ങനെ പോവല്ലോ? അങ്ങനെ പോണോ? അതിൽ പോകാൻ പറ്റുമോ? അല്ലെ എങ്ങനെ പോവാ? ആ പോണ്ട് പോണ്ട്. അപ്പോഴേ ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഗുഹ അല്ലേ? ഇതിലെ ഒന്ന് തരുമോ? അല്ല പറ്റില്ല. അങ്ങനെ പോകണം. എങ്ങനെ പോകാൻ? ഓ എനിക്ക് പ്രശ്നം. എനിക്ക് പ്രശ്നം പോകാൻ പറ്റില്ല. അവ അവിടെ അങ്ങോട്ട് തിരിച്ചെങ്ങനെ പോകാം? തിരിച്ച് നമുക്ക് വേറെ വഴി നേരെ പോയിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങണേ. അത് ഞാൻ വന്നിട്ട് ഷൂട്ട് ചെയ്യട്ടെ. അപ്പോൾ ഷൂട്ട് ചെയ്യണ്ടേ? നല്ല ഗുഹയാണിത്. ഇത് നമ്മളെ ഗൈഡ് നൗഫൽ. കുറേ കാലം അങ്ങനെ ഇവിടെ ജനിച്ചു വന്ന ആൾക്കാരല്ലേ? നേരെ ഇറങ്ങിക്കോ. നേരെ കിടന്നിട്ട് നേരെ ഇറങ്ങി. ആ നേരെ അങ്ങ് പോകും. മേലോട്ട് കയറി നിൽക്കാൻ അങ്ങോട്ട് വരാം. ബാക്കിലോട്ട് റിവേഴ്സ്. ഓയ്യോ ഇതൊരു സംഭവം ചെറുപ്പക്കാർക്ക് പറ്റും. നമ്മൾ തന്നെ അങ്ങോട്ട് പോവാം. ഇനി അവിടെയും പോകുന്നതാണ്. ഓ അതെ അടിക്കൂടി പോയോ? അതിൻ്റെ കടന്നു പോയോ? ഇപ്പോൾ പോകില്ല. ഞാനോട് പോന്നു. അത് കഴിഞ്ഞ് പോകണ്ട. കുറച്ച് നേരം ഇത് കഴിയട്ടെ. എല്ലാവരും പറ്റേ. ആ നിങ്ങൾ നല്ല സ്ഥലത്താണ് കട. കുറേ കാലമായി എവിടെ കട? 4 വർഷം. എന്താ പേരെന്താ? ഓമനല്ലേ? ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ എങ്ങനെ വരിക? നടന്നു വരുമോ? നടന്നു വരല്ലേ? ആ ബാക്കിൽ കാണുന്നത് നെടുങ്കണ്ടം കട്ടപ്പന ആ ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് മലനിര കുത്തനുള്ള സൈഡിൽ കൂടി ജീപ്പിലാണ് വന്നത്. അത് നെടുങ്കണ്ടം. പിന്നെ അവിടെയാണ് ഈ വിൻഡ് മിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് തേനി. ഇത് ആ ദൂരത്ത് കാണുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റാണ്. കുമളി തേക്കടിയൊക്കെ ഉണ്ടല്ലോ ആ ഏരിയയിലാണ്. ഏതായാലും നല്ല കാഴ്ചയാണ് ഇവിടെ നിന്ന്. ഓക്കെ.